ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ ആരാ സംസാരിക്കുക? നിങ്ങൾ തന്നെയാണ് സംസാരിക്കുക. സംസാരിച്ച് തുടങ്ങുമെന്ന് ആരാ പറയുക? ഞാൻ പറയുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും. ഒരു 3 മണിക്കൂറുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ഡെമോ ക്ലാസ്സിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമെന്ന് പറയുമ്പോൾ ആ ഡെമോ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ സംസാരിച്ച് തുടങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കതറിയുവാൻ സാധിക്കും. ഈ പറഞ്ഞതിൽ സത്യമുണ്ടോ, ഈ വിളമ്പുന്നതിൽ സത്യമുണ്ടോ, ഈ ആക്രോശിക്കുന്നതിൽ സത്യമുണ്ടോ എന്നറിയണമെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നിങ്ങൾ എന്നെ പിന്തുടരേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗണത്തിൽ എന്നെയും പെടുത്തിയേക്കുക. വിശ്വസിച്ചിട്ട് വഞ്ചിച്ചു എന്ന പേരിൽ, ഒരു വഞ്ചകൻ എന്ന പേരിൽ നിങ്ങളും എന്നെ കണക്കാക്കുക. ഇപ്പോഴല്ല, ആ ഡെമോ ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം ആ 3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ എന്നെയും ആ ഗണത്തിൽ പെടുത്തിയേക്കുക. പിന്നെ നിങ്ങൾ എന്നെ പിന്തുടരേണ്ട ആവശ്യമില്ല, എന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു വീഡിയോകളും കാണേണ്ട ആവശ്യമില്ല. ബ്രിട്ടീഷ് ആചാര്യ. ഹായ്, ആർ യു ഫൈൻ? ഓക്കെ. The live demo class that you are waiting for is 3 video tutorials away. After watching these 3 video tutorials, I will give you a 3-hour live interactive online demo class. നിങ്ങൾ കാത്തിരിക്കുന്ന ആ ലൈവ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ഡെമോ ക്ലാസ് ഒരു 3 വീഡിയോകൾക്ക് അപ്പുറമായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 3 വീഡിയോകൾ നിങ്ങൾക്ക് ആ ലൈവ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ഡെമോ ക്ലാസ്സിന് മുൻപ് നൽകുന്നത്? നിങ്ങൾ ഈ 3 വീഡിയോകൾ കണ്ടു തീർക്കുക. ആ ഡെമോ ക്ലാസ്സും കണ്ട് തീർത്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അത് തെളിയിച്ചാൽ എല്ലാവർക്കുമില്ല, അതിനുള്ള പണം എൻ്റെ കയ്യിലില്ല. ആദ്യത്തെ 5 പേർക്ക്, ആദ്യം തെളിയിക്കുന്ന 5 പേർക്ക് ഓരോ ₹1,00,000 നൽകും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതൊന്നുകൂടി ആവർത്തിക്കുന്നു. ഈ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ. ആൽഫക്കോഡ് ഇംഗ്ലീഷ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആൽഫക്കോഡ് ഇംഗ്ലീഷ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ആൽഫക്കോഡ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല, അതിലൂടെ സംസാരിപ്പിക്കുവാൻ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ഇനി വരുന്ന 2 വീഡിയോകളിലായിരിക്കും. എന്നാൽ ഈ വീഡിയോ എന്തിനു വേണ്ടി ഇത് എന്ന് നിങ്ങളെ അറിയിക്കുവാനാണ്. ഓക്കെ. സുന്ദരമായ ഇംഗ്ലീഷ് എഴുതുവാനും സംസാരിക്കുവാനും നമ്മൾക്ക് വേണ്ടത് 43 വാചക ഘടനകളാണ്. അപ്പോൾ ഈ ഘടനകളെല്ലാം തന്നെ ഓരോന്നായി നമ്മൾ പഠിക്കും. അത് ആൽഫക്കോഡ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കും. നോക്കാം നമുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു മലയാള വാചകം കാണാം. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ വാചകം എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയാം. ഈ സുപരിചിതമായ വാചകം എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്നും നിങ്ങൾക്കറിയാം, ഇല്ലേ? നിങ്ങളുടെ മനസ്സിൽ ആ വാചകമുണ്ട്, ആ ഇംഗ്ലീഷ് വാചകമുണ്ട്. ഏതാണ് ആ ഇംഗ്ലീഷ് വാചകം? ആ സുപരിചിതമായ ഇംഗ്ലീഷ് വാചകം ഇതാണ്: ഐ ലവ് യു. ഇനി എൻ്റെ ചോദ്യം ഇതാണ്. ആദ്യം കാണിച്ചത് നിങ്ങളുടെ മാതൃഭാഷയാണ്. രണ്ടാമത് കാണിച്ചത് ഒരു വിദേശ ഭാഷയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഏതായിരിക്കും വരിക? ഉദാഹരണത്തിന്, ഒരു കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലെ സ്നേഹം പറയുവാനായിട്ട് ഇവിടെ 2 വാചകങ്ങളുണ്ട്. അവൻ മലയാളിയാണ്. ആ കുട്ടിയോട്, ആ പെൺകുട്ടിയോട് അവൻ്റെ മനസ്സിലെ ഇഷ്ടം പറയണം. ആ പറയുമ്പോൾ, അത് പറയുന്നത് മലയാളത്തിലാണെങ്കിലും ഈ ഒരു ഫീലിംഗ് പറയുവാൻ വരുമ്പോൾ എന്തായിരിക്കും ഉപയോഗിക്കുക? ഐ ലവ് യു എന്നായിരിക്കുമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരിക്കും? നിസ്സംശയം പറയുവാൻ സാധിക്കും ഐ ലവ് യു എന്നാണ് എന്നുള്ളത്. അത് നിങ്ങളെല്ലാവരും സമ്മതിക്കുന്നു, ഇല്ലേ? എല്ലാവരും സമ്മതിക്കും. അതാണ് വരുന്നത്. എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്തുകൊണ്ടാണെന്നുള്ളത്? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മലയാളം നമ്മൾക്ക് വിദേശ ഭാഷയാണ്. എന്നാൽ നമ്മുടെ മാതൃഭാഷയായി ഈ ഐ ലവ് യു മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വാചകത്തിൻ്റെ മലയാളം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുകൂടി ശ്രദ്ധിക്കുക. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വാചകത്തിൻ്റെ മലയാളം, ഐ ലവ് യു എന്ന വാചകത്തിൻ്റെ മലയാളം അറിഞ്ഞിട്ടുകൂടി, മലയാളിയായിട്ടുകൂടി, അതറിഞ്ഞിട്ടുകൂടി
അത് മനസ്സിലുണ്ടായിട്ട് കൂടി മലയാളം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഇതെന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ ചിന്തിക്കുവാൻ നിങ്ങൾക്കായാൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന തെറ്റിന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ കാരണം നിങ്ങൾക്കറിയുമെങ്കിൽ, എന്തുകൊണ്ട് ഐ ലവ് യു എന്ന നാവിൻ തുമ്പത്ത് ഓടി വരുന്നു എന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കും. ഇപ്പോൾ നിങ്ങൾ പിന്തുടരുന്ന പഠന രീതി എന്നേക്കുമായി ഉപേക്ഷിക്കും. ഈ കാരണം നിങ്ങൾക്കറിയുവാനായ ഇനി നമ്മൾ വിശദീകരിക്കുന്നത് അതിൻ്റെ കാരണമാണ്. ആ കാരണത്തിൽ സത്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കുവാനായാൽ ഞാൻ ഇപ്പോൾ പറയുന്നു, നാളെ മുതൽ നിങ്ങളിപ്പോൾ പിന്തുടരുന്ന രീതി ഉപേക്ഷിക്കും. അതെന്താണെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നതാണ്. നോക്കാം. ഇവിടെ വീണ്ടും ഒരു ചോദ്യം വന്നിരിക്കുന്നു. ഹൂ ഈസ് ദ ബോസ്, ഹൂ ഈസ് ദ സ്ലേവ്? നിങ്ങളുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ നിങ്ങൾക്ക് രണ്ടുമുണ്ട്. മാതൃഭാഷയായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാചകവും അതിൻ്റെ ഇംഗ്ലീഷായ ഐ ലവ് യു എന്ന വാചകവും. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ആരാണ് അടിമ, ആരാണ് യജമാനൻ? സ്വന്തം മാതൃഭാഷ അടിമയാകുന്നു. എന്ത് കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മലയാളമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് കേട്ടതിനും അപ്പുറത്ത് ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കേട്ടതെന്താണ്? നമ്മൾ പറഞ്ഞതെന്താണ്? ഐ ലവ് യു എന്നാണ്. ഈ പറയുന്ന വാചകം നമ്മളുടെ ജീവിതത്തിൽ എത്രയോ തവണ കടന്നുപോയിട്ടുണ്ട്. ശ്രവണമായിട്ടും സംസാരമായിട്ടും സംസാരത്തിലായിട്ടുമൊക്കെ അറിയാതെ ഈ വാചകം കടന്നുപോയിട്ടുണ്ട്. ശ്രവിക്കുവാനിടയായിട്ടുണ്ട്, ആവർത്തിക്കുവാനിടയായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ആവർത്തിക്കുവാനിടയായിട്ടുണ്ട്. സ്വന്തം മലയാള ഭാഷയെ ഭരിക്കുവാൻ ഈ വിദേശ ഭാഷയ്ക്ക് ആകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളറിയാതെ ആവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഐ ലവ് യു എന്നതാണ് നമ്മുടെ ശീലം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന വാചകം ശീലമല്ല. ശീലമായത് ആവർത്തിക്കുന്നത്, അതാണ് ഭാഷ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. അപ്പം ഇവിടുത്തെ ബോസ് എന്ന് പറയുന്നത് ഐ ലവ് യു ആണ്. നിങ്ങൾക്ക് സംശയമില്ല ആ കാര്യത്തിൽ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അതൊരു സ്ലേവാണ്, അതൊരു അടിമയാണ് എന്ന് മനസ്സിലായി. ഇനി വീണ്ടും ഒരു പുതിയ വാചകം വന്നിരിക്കുന്നു. നിനക്കവനെ വിളിക്കാമായിരുന്നല്ലോ. തൊട്ടു മുൻപ് ഒരു വാചകവും കാണിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതും മലയാളത്തിലായിരുന്നു. ഇപ്പോൾ കാണുന്ന വാചകവും മലയാളത്തിലാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എത്ര പേർക്ക് ഇത് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ചാടിക്കിട്ടിയല്ലോ, ഓടിക്കിട്ടിയല്ലോ, പെട്ടെന്ന് മനസ്സിലേക്ക് വന്നല്ലോ. എങ്കിൽ ഈ പറയുന്ന വാചകത്തിൻ്റെ ഇംഗ്ലീഷ് എന്തുകൊണ്ട് വരുന്നില്ല? ഇതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ അടിമയായിട്ടുണ്ടെങ്കിൽ ഓർത്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അടിമയായിട്ട് പോലും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു മലയാള വാചകം എങ്ങനെ പറയാമെന്ന് അറിയില്ലെങ്കിൽ സാധാരണ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? പഠിക്കുകയാണ്, അല്ലേ? ടീച്ചർ വൈറ്റ് ബോർഡിൽ എഴുതി തരുന്നു, അതിൻ്റെ താഴെ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് എഴുതി കാണിക്കുന്നു. അത് എന്തുകൊണ്ട് ദോഷകരമാകുന്നു എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കാം, നമുക്ക് ഏതായാലും ഇതൊന്ന് പഠിക്കാം. സാധാരണ രീതിയിൽ പഠിക്കുന്നത് പോലെ നമ്മളൊന്ന് പഠിക്കുകയാണ് ഇവിടെ. യു കുഡ് ഹാവ് കോൾഡ് ഹിം, യു കുഡ് ഹാവ് കോൾഡ് ഹിം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്ന മലയാളം വാചകം ഇംഗ്ലീഷിൽ പറയുകയെന്ന്. ഒന്ന് പറഞ്ഞു നോക്കുക. യു കുഡ് ഹാവ് കോൾഡ് ഹിം, യു കുഡ് ഹാവ് കോൾഡ് ഹിം. ഇപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കുവാൻ സാധിച്ചു. വീണ്ടും ചോദിക്കുന്നു, നീ അവനെ വിളിക്കണമായിരുന്നു, നിനക്കവനെ വിളിക്കാമായിരുന്നല്ലോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, ഒന്നിൻ്റെ സഹായമില്ലാതെ യു കുഡ് ഹാവ് കോൾഡ് ഹിം ആണെന്നുള്ളത്. കാരണം നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു മിനിറ്റിൽ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് എന്നുള്ളത്. എന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഈ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ഇവിടെ 2 ആഴ്ച കഴിയുമ്പോൾ ആരായിരിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ബോസ്? ആരായിരിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സ്ലേവ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. നിങ്ങൾക്കിപ്പോഴും അത് മരണം വരെ, ജീവിത അവസാനം വരെ ബോസായി ഐ ലവ് യു നിൽക്കും. എന്നാൽ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു.
വീഡിയോയിലൂടെ കണ്ടുപഠിച്ചു. 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് പറയുക, ആരായിരിക്കും ബോസ്? ഇങ്ങനൊരു കാര്യം പറയേണ്ടി വന്നാൽ, ജീവിത സാഹചര്യത്തിൽ പറയേണ്ടി വന്നാൽ, ഏതായിരിക്കും നിങ്ങളുടെ നാവിൻ തുമ്പത്ത് ഓടിയെത്തുക എന്ന് അതിനുത്തരം നിങ്ങൾക്ക് തരുവാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് മനസ്സിലാകും. ഈ കാര്യത്തിൽ 3 മാസം കഴിഞ്ഞാലും 1 കൊല്ലം കഴിഞ്ഞാലും 3 കൊല്ലം കഴിഞ്ഞാലും ഈ കാര്യത്തിൽ ഏതായിരിക്കും ബോസ്? ഈ മലയാളം തന്നെയായിരിക്കും ബോസ് എന്ന് നിങ്ങൾ ഇപ്പോൾ പറയും. അങ്ങനെയെങ്കിൽ നിങ്ങളിങ്ങനെ പഠിച്ചിട്ടെന്ത് കാര്യം? നിങ്ങളിങ്ങനെ പഠിച്ചിട്ടെന്ത് കാര്യം? ഇപ്പോൾ നിങ്ങൾക്കറിയാം, എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു 1 മാസം കഴിഞ്ഞാൽ ഇതുണ്ടാകില്ല എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ പിന്നെ ഈ രീതി എന്തിന് പിന്തുടരണം? സ്വന്തം മാതൃഭാഷയെ കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള പഠനം എന്തിന് നിങ്ങൾ പിന്തുടരണം? ഒരു മലയാളം വാചകം എഴുതി കാണിക്കുന്നു, അതിന് താഴെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് എഴുതി കാണിക്കുന്നു. അങ്ങനെ എത്രയോ വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ഏതെങ്കിലും ഒരു വാചകം നിങ്ങളുടെ മനസ്സിൽ ഇന്ന് ബോസായിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചെടുത്ത ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വാചകം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ യജമാനനായിട്ടുണ്ടോ? ആ മലയാളത്തിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട്, ആ മലയാളത്തിനെ അടിമയാക്കിക്കൊണ്ട് ഐലവി പോലെ ആയി മാറിയ ഏതെങ്കിലും ഒരു വാചകം ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടോ? പറയൂ. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടി ഇത്രയും നാൾ നിങ്ങൾ ചെലവഴിച്ചു? ഇവിടെ സംഭവിച്ചത് എന്താണ്? യു കുഡ് ഹാവ് കോൾ ഹിം എന്നുള്ളത് നിങ്ങൾ കേട്ടത് 3-4 പ്രാവശ്യമാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നത് 3-4 പ്രാവശ്യമാണ്. എന്നാൽ ഇതിൻ്റെ കൂടെയുള്ള മലയാളം എത്രയോ തവണ നിങ്ങൾ അറിയാതെ കേട്ടിരിക്കുന്നു, എത്രയോ തവണ നിങ്ങൾ അറിയാതെ പറഞ്ഞിരിക്കുന്നു. എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ മലയാളം യജമാനനാകുന്നത്. ഈ 2 വാചകങ്ങളെയും പരിഗണിക്കുമ്പോൾ ഉപബോധ മനസ്സിൽ ആരാണ് ബോസ് എന്ന് ചിന്തിക്കുമ്പോൾ മലയാളമാണ്, അടിമയെന്ന് ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷ് വാചകമാണ്. എത്ര നാൾ അടിമയായിട്ടുണ്ടാകും? ഈ പറയുന്ന 1, 2, 3 മിനിറ്റ്, അല്ലെങ്കിൽ അരമണിക്കൂർ, അല്ലെങ്കിൽ ഈ ദിവസം ചിലപ്പോൾ അടിമയായിട്ടുണ്ടാകും. നാളെ ചിലപ്പോൾ ഇത് അടിമയായിട്ടുണ്ടാകും. നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഓർത്തെടുക്കുവാൻ സാധിക്കുന്നുണ്ടാകും. ഇങ്ങനൊരു അടിമ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഓർത്തെടുക്കുവാൻ സാധിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ അടിമ പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന രീതി പിന്തുടരുന്നാൽ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന്. ഈ വീഡിയോ ചിലപ്പോൾ നീണ്ടുപോയേക്കും, ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ നീണ്ടുപോയേക്കും. എന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ എത്ര സമയം നിങ്ങൾക്ക് ഈ വീഡിയോ ലാഭിച്ചു തരും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാലറിയാം. അതുകൊണ്ട് കൂടിയായിരിക്കുക, ഈ വീഡിയോ കണ്ടു തീർക്കുക. ഈ വീഡിയോ മാത്രമല്ല, ഇനി വരുന്ന 2 വീഡിയോകൾ കണ്ടു തീർക്കുക. അങ്ങനെ 3 വീഡിയോകൾ. അത് കഴിഞ്ഞ് നമ്മൾ ലൈവ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോകും. അവിടെ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും. അവിടെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ ആരാ സംസാരിക്കുക? നിങ്ങൾ തന്നെയാണ് സംസാരിക്കുക. സംസാരിച്ച് തുടങ്ങുമെന്ന് ആരാ പറയുക? ഞാൻ പറയുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും. ഒരു 3 മണിക്കൂറുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ഡെമോ ക്ലാസ്സിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമെന്ന് പറയുമ്പോൾ, ആ ഡെമോ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ സംസാരിച്ച് തുടങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കതറിയുവാൻ സാധിക്കും. ഈ പറഞ്ഞതിൽ സത്യമുണ്ടോ, ഈ വിളമ്പുന്നതിൽ സത്യമുണ്ടോ, ഈ ആക്രോശിക്കുന്നതിൽ സത്യമുണ്ടോ എന്നറിയണമെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നിങ്ങൾ എന്നെ പിന്തുടരേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗണത്തിൽ എന്നെയും പെടുത്തിയേക്കുക. വിശ്വസിച്ചിട്ട് വഞ്ചിച്ചു എന്ന പേരിൽ, ഒരു വഞ്ചകൻ എന്ന പേരിൽ നിങ്ങളും എന്നെ കണക്കാക്കുക. ഇപ്പോഴല്ല, ആ ഡെമോ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം ആ 3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ എന്നെയും ആ ഗണത്തിൽ പെടുത്തിയേക്കുക. പിന്നെ നിങ്ങൾ എന്നെ പിന്തുടരേണ്ട ആവശ്യമില്ല, എന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു വീഡിയോകളും കാണേണ്ട ആവശ്യമില്ല. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഇപ്പോൾ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം. വളരെ പരിചയമുള്ളൊരു ബോർഡാണ്. എവിടെയായിരിക്കും നിങ്ങളിത് കണ്ടിട്ടുണ്ടാകുക? സ്കൂളിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ? പിന്നീട് എവിടെയാണ് കണ്ടിട്ടുണ്ടാകുക? ഇപ്പോൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയാൽ, ഓഫ്ലൈൻ ക്ലാസ്സിനൊക്കെ പോയാൽ, തൊട്ടടുത്തുള്ള പട്ടണത്തിൽ ചേർന്നാൽ നിങ്ങൾക്കിത് നേരിട്ട് കാണുവാൻ സാധിക്കും. ആ ക്ലാസ് റൂമിൽ ഇങ്ങനെയുള്ള ബോർഡുകളുണ്ടാകും. പിന്നെ ഈ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂട്യൂബ് വീഡിയോകളിലാണ്. ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇങ്ങനെയുള്ള ബോർഡ് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. സ്ക്രീനിൽ കാണുവാൻ സാധിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ട്രെയിനർ
വേറൊരിടത്തു നിന്ന് പഠിപ്പിക്കുന്നു. അത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താണ് നിങ്ങളിലെത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിലായിരിക്കും ഈ ബോർഡ് കാണുവാൻ സാധിക്കുക. ഇനി സംഭവിക്കുന്നത് എന്താണ്? ഒരു മലയാള വാചകം എഴുതുന്നു അല്ലേ? ഇങ്ങനെ തന്നെയാണ് എഴുതുക. ഇങ്ങനെയുള്ള വീഡിയോകളല്ലേ ഇപ്പോൾ നിങ്ങൾ പിന്തുടരുന്നത് എന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ അവർ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒന്ന് പഠിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പിന്തുടരുന്ന രീതി ഞാനിവിടെ ഒന്ന് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ബിജോയ് അല്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നൽകുന്ന ഇല്ലേ, 1 മിനിറ്റും 2 മിനിറ്റും ദൈർഘ്യമുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നൽകി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ട്രെയിനറാണ് ഞാൻ. നിങ്ങളെ ബോറടിപ്പിക്കുന്ന ബിജോയ് അല്ല. 40 മിനിറ്റുള്ള വീഡിയോ നൽകി നിങ്ങളെ സ്കിപ്പ് ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ബിജോയ് അല്ല ഇത് എന്ന് മനസ്സിലാക്കി ആ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഹോപ്പ് യു ഓൾ ആർ ഗുഡ്. ഓക്കെ, ഇന്നും പതിവ് പോലെ തന്നെ നമ്മൾ കുറച്ച് മലയാള വാചകമെടുത്ത് അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് കാണുവാൻ പോവുകയാണ്. ആ വാചകങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്ന് നമ്മൾ കാണുവാൻ പോവുകയാണ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുറേ വാചകങ്ങൾ, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ വാചകങ്ങൾ ഞാൻ തന്നിരുന്നു. അതെല്ലാം നിങ്ങൾ കണ്ടു, ലൈക്കും ഒക്കെ തന്നു. അതിനെല്ലാം നന്ദി ഞാൻ പറയുകയാണ്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1 മില്യൺ ആകുന്നു. നിങ്ങളാണ് എന്നെ വളർത്തിയത് അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം സ്വീകരിച്ചു അല്ലേ, മനസ്സിലേക്ക് എടുത്തു. അതുകൊണ്ടാണ് ഈ ചാനലിനൊക്കെ വളരാൻ കഴിഞ്ഞത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് പോയാലോ? ഇന്നത്തെ ആദ്യ വാചകം ഇതാ സ്ക്രീനിലുണ്ട്. നീ അവനെ വിളിക്കണമായിരുന്നു അല്ലേ? ഇങ്ങനൊരു വാചകം നമുക്ക് ഇംഗ്ലീഷിൽ പറയണം. ഇങ്ങനൊരു സാഹചര്യം ജീവിതത്തിൽ വന്നാൽ നമുക്കിത് പറയണം അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ എത്ര വാക്കുകളുണ്ട് ഒന്ന് നോക്കിയാലോ. നീ എന്ന വാക്ക് അല്ലേ? നീ എന്ന വാക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യു. ഓക്കെ, പിന്നെ എന്താ? അവനെ എന്ന് നമ്മൾ പറയണമെങ്കിൽ എങ്ങനെ പറയുക? ഹി എന്ന് പറയുവാൻ പറ്റുമോ? ഹി എന്ന് പറയുവാൻ സാധ്യമല്ല. ഹി എന്നത് അവനെന്നാണ്. നമ്മൾക്കിവിടെ വേണ്ടത് എന്താണ്? അവനെ എന്നാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഹിം എന്നാണ് പറയുക. ഹിം. അപ്പോൾ 2 വാക്കായി, യു എന്ന വാക്കും പിന്നെ ഹിം എന്ന വാക്കും. പിന്നെ വിളിക്കണമായിരുന്നു എന്ന് നമുക്ക് പറയണം. അപ്പോൾ അങ്ങനെ പറയുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? പറഞ്ഞേ. വിളിക്കണമായിരുന്നു അല്ലേ? അപ്പോൾ കോൾ എന്ന വാക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാക്കൊന്ന് നോക്കാം. യു ഉണ്ട്, കോളുണ്ട്, ഹിമ്മുണ്ട്. ഓക്കെ, 3 വാക്ക് ഉണ്ട് നമുക്ക്. ഇനി എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്താ വേണ്ടത്? നമ്മൾക്ക് വേണ്ടത് വിളിക്കണമായിരുന്നു എന്നല്ലേ? അപ്പോൾ നമുക്ക് വേറെ 2 വാക്കുകൾ അതിലൂടെ ചേർത്തിട്ട് പിന്നെ ചെറിയൊരു മാറ്റം ഈ കോളിൽ വരുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാചകമായി. ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യം കോൾ എന്ന ആ വാക്കിൽ ഇ ചേർക്കണം. മനസ്സിലായോ? എന്താ ചേർക്കേണ്ടത്? ഇ എന്ന് പറഞ്ഞ് കോൾഡ്. ഇനി നമുക്ക് അതിന് മുൻപ് ഹാവ് ചേർക്കണം. ഇനി നമ്മൾക്ക് ചേർക്കേണ്ടത് എന്താണെന്നറിയാവോ? ഈ ഹാവിൻ്റെ മുന്നിൽ ഒരു വാക്ക് കൂടി കടന്നു വരുന്നു. അതേതാ വാക്ക്? കുഡ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള മറ്റ് 2 വാക്കുകൾ, അവനെ എന്ന് പറയുന്നതിന് എന്താ പറയുക? ഹിം എന്ന് പറയും. യു, നീ. ആ 2 വാക്കുകളും ഇതിലേക്ക് ചേർത്താൽ എന്തായി? വാചകമായി. കണ്ടോ? നീ അവനെ വിളിക്കണമായിരുന്നു, നിനക്കവനെ വിളിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുവാൻ നമ്മൾക്ക് ഇംഗ്ലീഷിൽ ഒരു വാചകമേ ഉള്ളൂ. ഏതാണത്? യു കുഡ് ഹാവ് കോൾഡ് ഹിം. ഇപ്പോൾ ഞാൻ എത്ര സമയമെടുത്തു? 2 മിനിറ്റ് എടുത്തു. ഇനി വേണമെങ്കിൽ ഒരു വാചകം കൂടി പറഞ്ഞതിന് ശേഷം എനിക്കൊരു വീഡിയോ തീർക്കാം, നിങ്ങൾക്ക് തരാം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഇതേപോലെ പുതിയ വാചകമായിട്ട് വരുവാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കും. എന്ത് കാര്യമുണ്ടതിൽ? എന്ത് ഗുണമുണ്ടതിൽ? ഓരോ മിനിറ്റുള്ള ഈ വീഡിയോകൾ തന്നാൽ എന്ത് ഗുണമുണ്ടതിൽ? ഇപ്പോൾ ഈ വാചകം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു, അവരെ അനുകരിച്ചാണ് പഠിപ്പിച്ചതെങ്കിലും അതിൽ പോലും ഞാൻ സത്യസന്ധത പുലർത്തിയില്ലേ? ചിലരൊന്നും ഇങ്ങനെ പഠിപ്പിക്കാറില്ല, നേരെ വാചകത്തിലേക്കാണ് പോകുക. അങ്ങനെ വേണം, ഇങ്ങനെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഹാവ് വേണം, കുഡ് വേണം, ഇങ്ങനെയൊന്നും പറയാറില്ല. നേരെ കയറി വാചകത്തിലേക്കാണ് പോവുക അല്ലേ? ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എനിക്ക് ആരെയും ഇവിടെ കെട്ടി ഏൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇത്.
ശരിയാണോ അല്ലയോ എന്ന്. എനിക്ക് ഈ വീഡിയോ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ തീർക്കാം. നാളെ നമ്മൾ വീണ്ടും വരുന്നു, നാളെ നമ്മൾ വീണ്ടും കാണുന്നു, പുതിയ വീഡിയോയിൽ പുതിയ വാചകമായി എന്ന് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കാൻ അറിയാം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവിടെ ED ചേർത്ത് എന്തിനാണ്? നിങ്ങൾ പഠിച്ച രീതിയിൽ ED ചേർക്കുന്ന എവിടെയാണ്? ഒരു കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ, ചെയ്തു കഴിയുമ്പോഴല്ലേ ED ചേർക്കുക? ആണോ? ആണ്. എന്നാൽ ഇവിടെ ചെയ്തിട്ടുണ്ടോ? നീ അവനെ വിളിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വിളിക്കാതെ എങ്ങനെയാണ് ED ചേർത്തത്? അത് ആർക്ക് പറയുവാൻ സാധിക്കും? അപ്പം ഞാനത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരുമ്പോൾ സമയം പോകും. എന്തിനാണ് അവിടെ ED വന്നത് എന്ന് പറഞ്ഞു തരുമ്പോൾ സമയം പോകും. എന്തിനാണ് അവിടെ ഹാവ് വന്നത് എന്ന് പറഞ്ഞു തരുമ്പോൾ സമയം പോകും. അപ്പോൾ അത് കേൾക്കുവാൻ ആർക്കും സമയമില്ല. അത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 1 മിനിറ്റ് ഇങ്ങനെ സന്തോഷിപ്പിച്ച് പോവുക അല്ലേ? അല്ലെങ്കിൽ പറയൂ എന്തിനാ അവിടെ ED ചേർത്തു. നിങ്ങൾ പറയൂ എന്തിനാ അവിടെ ED ചേർത്തു. നിങ്ങൾക്കറിയാവുന്ന ED ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഐ കോൾഡ് ഹെർ, ഞാൻ അവളെ വിളിച്ചു. ഐ ഹാവ് കോൾഡ് ഹെർ, ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട്. ഐ ഹാഡ് കോൾഡ് ഹെർ, ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലേ. ഇനി ഇതും പഠിച്ചിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് കോൾഡ് ഹെർ, ഇതും പഠിച്ചിട്ടുണ്ടാകും. ഇന്നലെ ടീച്ചർ പറഞ്ഞത് വിൽ എന്ന വാക്ക് ഭാവി കാലത്തേക്ക് കൊണ്ടുപോകുന്ന വാക്കല്ലേ? ഭാവിയുടെ വാക്കല്ലേ വിൽ എന്ന് പറഞ്ഞത്? അതെ, ടീച്ചർ പറയും അതെ. ഭാവിയിലെ കാര്യങ്ങൾ പറയുവാൻ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിൽ. അപ്പോൾ ചോദിക്കുകയാണ് ടീച്ചറെ, അപ്പോൾ കോൾഡ് എന്ന് പറയുമ്പോൾ അത് ഭൂതകാലത്തിലെ സൂചിപ്പിക്കുന്നതല്ലേ? അതെ. ED ചേർക്കുമ്പോൾ ഭൂതകാലത്തിലേക്ക് പോവുകയില്ലേ? ഉവ്വ. അപ്പോൾ ഐ വിൽ ഹാവ് കോൾഡ് ഹിം എന്ന് പറയുമ്പോൾ ഈ ഭാവിയും ഭൂതവും ഒന്നിച്ച് എങ്ങനെ ഒരു വാചകത്തിൽ നിൽക്കും? അതൊന്നും നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ഇങ്ങനെയാണെന്ന് അങ്ങോട്ട് പഠിച്ചു വച്ചേക്കുക. ചോദ്യം അധികം വേണ്ട. വില്ലിൻ്റെ കൂടെ ED ചേർത്ത് പറയുവാൻ പറ്റും എന്നങ്ങോട്ട് പഠിക്കുക. അധികം ചോദ്യം വേണ്ട. ഓക്കെ എന്നല്ലേ ടീച്ചർ പറയാറുള്ളൂ? ആണോ? ഇനി ചോദിക്കുകയാണ്, ഹാവ് എന്തിനാണ് അവിടെ? ഹാവ് പ്രസൻറ്റിൻ്റെ അല്ലേ? ഹാവ് എന്ന വാക്ക് ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. അപ്പോൾ ഹാവ് എന്തിനാണ് എൻ്റെ ഇടയിൽ വന്നത്? അപ്പോൾ അവിടെ ഭാവി, വർത്തമാനം, ഭൂതം ഒന്നിച്ച് നിൽക്കുകയാണ്. വിൽ ഹാവ് കോൾഡ് പറഞ്ഞു തരുമ്പോൾ വീഡിയോയ്ക്ക് നീളം കൂടും. വീണ്ടും ചോദ്യം ഇതാണ്, ഇപ്പോൾ ആരാണ് ബോസ്? ഇപ്പോൾ ആരാണ് സ്ലേവ്? നിങ്ങൾ പറയും ഇപ്പോൾ 2 പേരും ബോസാണ് എന്ന് പറയും. കാരണം എന്താ? നിങ്ങൾക്കറിയാം. ചിലർ പറയും സാറേ 2 തുല്യമാണ്. കാരണം 2 കിട്ടുന്നുണ്ടല്ലോ, ചാടി വരുന്നുണ്ടല്ലോ. സാറ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം പറയുവാൻ പറ്റുന്നുണ്ടല്ലോ. 2 ബോസാണ്. നാളെയോ ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് ഉറപ്പില്ല സാർ. അടിമയായിട്ടുണ്ടാകും, ബോസായിട്ടപ്പോഴും നീ അവനെ വിളിക്കണമായിരുന്നല്ലോ, നിനക്ക് അവനെ വിളിക്കാമായിരുന്നു എന്ന് തന്നെയായിരിക്കും. അപ്പോൾ 1 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഓർത്താൽ തന്നെ കിട്ടില്ല. ഇത് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്? ആണോ? ഞാനിത് പറയുമ്പോഴും നിങ്ങളെൻ്റെ കൂടെയല്ലേ? നിങ്ങൾ പറയും ഒരു 2 മാസം കഴിയുമ്പോൾ ഇതൊന്നും മനസ്സിലുണ്ടാവില്ല എന്ന് പറയും. പിന്നെ എന്തിന് ഈ പണിക്ക് പോകണം? നിങ്ങൾ തന്നെ സമ്മതിച്ചുവെങ്കിൽ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തിന് ഈ പണിക്ക് പോകണം? എന്തുമായി ചെറിയ വാചകങ്ങളായിരിക്കാം, നീണ്ട വാചകങ്ങളായിരിക്കാം. ഈ മലയാളം കൂട്ടിക്കെട്ടിയുള്ള പണിക്ക് നിങ്ങൾ എന്തിനു പോകണം? ഇത്രയും നേരം നമ്മൾ പഠിച്ചുവെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇപ്പോഴും ബോസ് ഈ പറയുന്ന മലയാളം വാചകമാണ്. അടിമയായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ യു കുഡ് ഹാവ് കോൾ ഹിം എന്നുള്ള വാചകം ഉണ്ടാകാം. ഇപ്പോഴും ചിലർക്ക് അതങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ 2 പേരും ബോസാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ ഒരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾക്ക് പറയാം. വീണ്ടും ജീവിത സാഹചര്യം. ഞാൻ തോൽക്കുകയാണ് മക്കളെ, ഞാൻ തോൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഒരു ഘടനയെ പഠിപ്പിക്കുവാൻ 45 മിനിറ്റൊക്കെ എടുക്കുമ്പോൾ അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഒരു ജീവിത സാഹചര്യം എടുക്കാം എന്നൊക്കെ 4 പ്രാവശ്യമൊക്കെ പറയുന്നുണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഒരു സാഹചര്യം പറഞ്ഞ് അല്ലെങ്കിൽ വെറുതെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അറിയില്ലാഞ്ഞിട്ടല്ല. ഇപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിത സാഹചര്യം ഇതാണ്. ഒരു വീട്, അച്ഛൻ, അമ്മ, മകൻ, മകൾ, 4 പേരുള്ള ഒരു കുടുംബം.
മകൻ നാട്ടിൽ തന്നെയാണ്, മകൾ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. അങ്ങനെ ഓണ അവധിക്ക് മകൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ മകനോട് അമ്മ പറയുകയാണ്, നീ അവളെ പിക്ക് ചെയ്യണം, റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്ന് പറയുകയാണ്. അപ്പോൾ എപ്പോൾ എന്ന് മകൻ ചോദിക്കുന്നു. അമ്മ പറഞ്ഞു 6:30 എന്ത് ചെയ്യും? 6:30 റെയിൽവേ സ്റ്റേഷനിൽ അവളെത്തും, വൈകിട്ട് 6:30. അപ്പോൾ മകൻ ഒരു 5 മണിയായപ്പോൾ കാറെടുത്ത് പിക്ക് ചെയ്യാനായിട്ട് എവിടേക്ക് പോകുന്നു? സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ 6 മണിക്ക് എത്തി. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. 6:30 6:45 7 ആളെ കാണുന്നില്ല. ആളെ കാണാണ്ടായപ്പോൾ ഈ ചങ്ങാതി നേരെ തിരിച്ചു പോകുന്നു വീട്ടിലേക്ക്. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിക്കുകയാണ്, അവളെവിടെ? അവളവിടെയൊന്നും ഞാൻ കണ്ടില്ല, 7 മണി വരെ അവിടെ നിന്നു എന്ന്. എന്തായി ചെറുക്കൻ പറയണേ? അവളെ കണ്ടില്ലേ? ഇല്ലയെന്ന്, 7 മണി വരെ ഞാൻ അവിടെ കാത്തു നിന്നു. അപ്പോൾ നിനക്ക് അവളെ ഒന്ന് വിളിക്കാമായിരുന്നല്ലോ, നിൻ്റെ കയ്യിൽ ഫോണില്ലേ? അവളെ ഒന്ന് നിനക്ക് വിളിക്കാമായിരുന്നല്ലോ. അയ്യോ എന്ന് മകൻ പറയാണ്. അവിടെ മലയാളമാണ് വന്നത്. ആ സാഹചര്യത്തിൽ മലയാളമാണ് വരികയുള്ളൂ. ഐ ലവ് യു പോലെ യു കുഡ് ഹാവ് കോൾഡ് ഹെർ എന്ന് അമ്മ ചാടി പറയില്ല, അല്ലേ? കാരണം അത് ശീലമല്ല. ശീലമെന്ന് പറയുന്നത് ഏതാണ്? നിനക്ക് അവളെ വിളിക്കാമായിരുന്നല്ലോ എന്നുള്ളതാണ് ശീലം. സമ്മതിക്കുന്നത് പോട്ടെ, പഠിച്ചാലും അത് വരില്ല. 4 പ്രാവശ്യം 5 പ്രാവശ്യം പഠിച്ചു, ഇനിയിപ്പോൾ 20 പ്രാവശ്യം പഠിച്ചാലും ആവർത്തിച്ചാലും ആ മലയാളം പറയുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഐ ലവ് യു പോലെ യു കുഡ് ഹാവ് കോൾഡ് ഹെർ എന്ന് വരില്ല. പോട്ടെ, അത് നമുക്ക് വിട്ടേക്കാം. വീണ്ടും ഒരു ജീവിത സാഹചര്യം എടുക്കാം. ഇവിടെ അംഗങ്ങൾ മാറുകയാണ്. ഇവിടെയുള്ളത് ഗ്രാൻഡ്മ, ഗ്രാൻഡ്പ. ഓക്കെ, പിന്നീടുള്ളത് മകൻ്റെ മകനാണ് ഇപ്പോൾ കുടുംബത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര പേരായി? 1 അമ്മാമ്മയും അപ്പാപ്പനും, ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയും. അതിൻ്റെ കൂടെ മൂത്ത മകൻ്റെ മകൻ അമേരിക്കയിൽ നിന്ന് അവധിക്ക് നാട്ടിൽ വന്നിരിക്കുകയാണ്. അതുകൂടിയാണ് ഇപ്പോൾ താമസിക്കുന്നത്, അമ്മാമ്മയുടെയും അപ്പാപ്പൻ്റെയും കൂടെ. ഓക്കെ, മൂത്ത മകൻ അമേരിക്കയിൽ വർഷങ്ങളായിട്ടുണ്ട്. ഒരു മകളുള്ളത് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ഗ്രാൻഡ്പ, പുള്ളിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഗ്രാൻഡ്പയാണ് ഈ പറയുന്ന മകൻ്റെ മകനോട് സംസാരിക്കുന്നത്. ഇല്ല, ചെറുമകൻ എന്നാണോ പറയുക, എനിക്കറിയില്ല. അപ്പോൾ മകൻ്റെ മകനാണ് ഇപ്പോൾ ഉള്ളത്. അവൻ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, വളർന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ ഗ്രാൻഡ്പയാണ് സംസാരിക്കുക, ഗ്രാൻഡ്മയ്ക്ക് അറിയില്ല. ഗ്രാൻഡ്മ ആരാണ്? നിങ്ങളെപ്പോലെ ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, കുറേ വീഡിയോകളൊക്കെ കണ്ട ആളാണ്. ഈ കുഡ് ഹാവ് കോൾഡ് ഹെറൊക്കെ അങ്ങനെയുള്ള ഘടനകൾ വന്ന വീഡിയോകളൊക്കെ ഇഷ്ടം പോലെ കണ്ട ആളാണ്. ആര്? ഗ്രാൻഡ്മ. കാരണം എന്താ? ഇനി അമേരിക്കയിലേക്ക് പോകണം, മകൻ്റെ അടുത്ത് പോയി നിൽക്കണം, ഇല്ലേ? അങ്ങനെയൊക്കെ ചിന്തയിൽ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മാമ്മ. എനിവേ, സാഹചര്യം ഇതാണ്. ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് മകളാണ്. മകള് അപ്പനെയും അമ്മയെയും കാണാൻ, അച്ഛനെയും അമ്മയെയും കാണാനായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സാധാരണ ഗ്രാൻഡ്പയാണ് പോയി കൊണ്ടുവരാറ്. പക്ഷേ ഇവൻ ഇവിടെയുള്ള കാരണം ഇവനെ ഏൽപ്പിക്കുകയാണ്. ഒരു ഡ്രൈവറെ കൂട്ടി ഇവനെ വിടുകയാണ്. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിലേക്ക്. പുള്ളി ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത്, അറിയില്ലല്ലോ സ്ഥലം, റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതേപോലെ തന്നെ 6:30 വണ്ടി എത്തുമെന്ന് പറഞ്ഞു. ഇവർ ഇതേപോലെ തന്നെ 6 മണിയായപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി. 7 മണിയായി, ആളെ കാണുന്നില്ല. ഇതുപോലെ തന്നെ ആദ്യ ജീവിത സാഹചര്യത്തിൽ ഉണ്ടായതുപോലെ തന്നെ ഇവിടെയും നടക്കുന്നു. ഈ ചങ്ങാതി കണ്ടില്ല, 7 മണി വരെ കാത്തു നിന്നു, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവിടെയുള്ളത് ഗ്രാൻഡ്മയാണോ ഉള്ളൂ, ഗ്രാൻഡ്പയില്ല. അപ്പോൾ മകളെ കാണാനില്ല. കുറച്ചൊക്കെ എവിടെയാണ്, വേറെ ശ്രീ എന്നൊക്കെ ഗ്രാൻഡ്മ ചോദിച്ചു. പണ്ട് പഠിച്ച ഇംഗ്ലീഷൊക്കെ അപ്പോൾ കടന്നു വന്നു. അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വാചകമാണല്ലോ. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ അവിടെ
അല്ലെ കാത്തു നിന്നു. ഐ ഹാവ് വെയിറ്റഡ് ദെയർ ഫോർ ആൻ അവർ എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ. ഈ അമ്മാമ്മയ്ക്ക് തിരിച്ച് ചോദിക്കണം. എന്ത് ചോദിക്കണം? നിനക്ക് അവളെ വിളിക്കാമായിരുന്നല്ലോ, നിൻ്റെ കയ്യിൽ ഫോണില്ലേടാ എന്ന് പറയണം. ഗ്രാൻഡ്മയുടെ ഇഷ്ടമുള്ള ഫേവറിറ്റ് ട്രെയിനറിൽ നിന്ന് മലയാളത്തിൽ എഴുതി കാണിച്ച് ഇഷ്ടംപോലെ പഠിച്ച അമ്മാമ്മയാണ്. പക്ഷെ അമ്മാമ്മ നോക്കുമ്പോൾ ഇത് പറയുമ്പോൾ അമ്മാമ്മ ചാടി പറയാണ്, നിനക്കവളെ വിളിക്കാമായിരുന്നല്ലോ. അപ്പോൾ ചക്കൻ വാട്ട് അപ്പോൾ മനസ്സിലായില്ല. അമ്മാമ്മ കണിഞ്ഞു. അമ്മാമ്മയ്ക്ക് ഇത് പറയണം, ഇംഗ്ലീഷിൽ പറയണം. അപ്പോൾ അമ്മാമ്മ കിട്ടുന്നില്ല. കാര്യം പഠിച്ചു വച്ചതാണ്, പക്ഷെ ഇപ്പം അടിമയായിട്ട് പോലും കിട്ടുന്നില്ല. പക്ഷെ അമ്മാമ്മ ഓർത്തു, ഇത് ഞാൻ പണ്ട് പഠിച്ചതാണല്ലോ. അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞപ്പോൾ വെയിറ്റ് എന്ന് പറയാണ് പയ്യനോട്. ആൻഡ് അമ്മാമ്മ ആ പഠിച്ച രീതി തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്. ഗ്രാൻഡ്മ എങ്ങനെ? നിനക്ക് അവളെ വിളിക്കണമായിരുന്നല്ലോ. ആ മലയാളം വാചകം അമ്മാമ്മ മനസ്സിലേക്ക് എടുത്തു. എന്നിട്ട് ടീച്ചർ പറഞ്ഞതുപോലെ അതിലെനിക്കിപ്പോൾ എന്തുണ്ട്? എനിക്കിപ്പോൾ വിളിക്കണമായിരുന്നു. ഹെർ യു കോൾ ഹെർ. അതിൽ എന്താണ് ചേർത്തത്? ഇടി ചേർക്കണം. കോൾഡാക്കി. പിന്നെ അതിൻ്റെ മുന്നിൽ 2 വാക്കുകൊണ്ട് ഉണ്ടല്ലോ. കിട്ടുന്നില്ല. അടിമയായിട്ട് പോലുമില്ല. ഇനി അടിമയായിട്ട് ചിലരിലുണ്ടായേക്കാം. അവരെന്ത് ചെയ്യും? അങ്ങനെ ഓർത്ത് കുഡ് ഹാവ് കോൾ ഹെർ എന്ന് പറയുമായിരിക്കാം. അതാണോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്? ഞാൻ ഈ പറഞ്ഞതിൽ സത്യമല്ലേ? നിങ്ങൾ പഠിച്ചത് ശരിയായിരുന്നുവെങ്കിൽ അതവിടെ കിട്ടണമായിരുന്നു. ശ്രമിച്ചിട്ടും കിട്ടണമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറിയാതെ വന്നില്ല, പോട്ടെ. ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. ശ്രമിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ പിന്നെ എന്തിനാ ഈ പറയുന്ന രീതി പിന്തുടരണം? ഞാനിത് ചെയ്തൊരാളാണ്. കുറേ നാളിങ്ങനെ പഠിപ്പിച്ചൊരാളാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അധികം വീഡിയോകൾ ഇല്ലാത്തത് എന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഇത് പ്രത്യേകിച്ചൊരു ഗുണം ചെയ്യുന്നില്ല. മറ്റുള്ളവർ പഠിപ്പിക്കുന്നതിനേക്കാൾ മനോഹരമായി ഓരോ കാര്യങ്ങളും കീറി മുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിച്ചത് ഇതാണ്, പറയുന്ന സാഹചര്യത്തിലേക്ക് ഇവ നാവിലേക്ക് ഓടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്തു ചെയ്യുവാൻ സാധിക്കും? ഇനി എന്താണ് അതിനൊരു പോംവഴി എന്നുള്ളതാണ്. ഈ ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്നത് അതിന് സഹായിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾ അടുത്ത 2 വീഡിയോകൾ കാണുക. ആ 2 വീഡിയോകളിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആരായാലും തുടക്കക്കാരനായാലും ആ 2 വീഡിയോകൾ കണ്ടു തീർക്കുക. അതിനുശേഷം ആ 3 മണിക്കൂറുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ഡെമോ ക്ലാസ്സിൽ പങ്കെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ പിന്തുടരുക. അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കുവാൻ സാധിക്കില്ല എന്ന് തെളിയിക്കുക. ആദ്യത്തെ 5 പേരിൽ ഒരാളായി നിങ്ങൾ വരിക. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ആ പണം സ്വീകരിക്കുക. ഇത്ര മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര രസകരമായൊരു രീതിയാണ് എന്ന് ഞാൻ പറയും, എപ്പോഴും പറയും. എന്നാൽ നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങൾ അത് കണ്ടറിഞ്ഞ് വിശ്വസിക്കുക. ഈ പറയുന്നതിലെ സത്യം നിങ്ങൾ അറിയുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കുമല്ലോ. സാധിച്ചാൽ മാത്രം നിങ്ങൾ പിന്തുടരുക. അത്ര മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയുവാനുള്ളൂ. എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, ഈ അടുത്ത് വരുന്ന 2 വീഡിയോകളും അതുപോലെ തന്നെ ഈ പറയുന്ന ഡെമോ ക്ലാസ്സിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് എൻ്റെ റിക്വസ്റ്റാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം.